ആര്യ ചേച്ചി ഓ കുറച്ചു ദിവസം കുട്ടി ക്ലാസ്സിൽ ആബ്സെന്റ് അല്ലായിരുന്നോ? യെസ്. അപ്പൊ നമ്മുടെ സ്കൂളിൽ കുറച്ച് പുതിയ റൗണ്ട്സ് വന്നിട്ടുണ്ട്. ഓ പുതിയ സബ്ജക്ട്സ് വന്നിട്ടുണ്ട്. അത് ഡിബേറ്റ് റൗണ്ട് ആണ്. പക്ഷേ ഡിബേറ്റ് വിത്ത് സീനിയേഴ്സ് ആണ്. അതായത് നമ്മുടെ ടോപ്പ് സിംഗറിലെ മുന്നേ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ്, നമ്മുടെ ഇപ്പൊ അവര് സീനിയേഴ്സ് ആണല്ലോ. തെളിഞ്ഞ ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ തെളിഞ്ഞ ആൾക്കാരുടെ കൂടെയുള്ള ഡിബേറ്റ് പെർഫോമൻസ് ആണ് വരാൻ പോകുന്നത്. ഇവിടുത്തെ നമ്മുടെ കണ്ടസ്റ്റൻസും ഭയങ്കര എക്സൈറ്റഡാ. അവർക്ക് എല്ലാ ആൾക്കാരുടെയും കൂടെ പാടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഓരോരുത്തരുടെ അടുത്ത് പറയും, ഞാൻ ഇന്ന ആളുടെ കൂടെയാണ് പാടുന്നത്. അങ്ങനെ എല്ലാരും നോക്കിയിരുന്ന ആര്യ ചേച്ചി ഇന്ന് വന്നത് നന്നായി. നോക്കിയിരുന്ന ഒരു പെർഫോമൻസ് ആണ് വരാൻ പോകുന്നത്. നമ്മുടെ സീസൺ 2 നമ്മളൊക്കെ മണിയെന്ന് വിളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ശ്രീഹരിക്കുട്ടനാണ്. ശ്രീഹരിയും സുഭദ്രക്കുട്ടിയും വെൽക്കം. ഹലോ ഹരിക്കുട്ട, എന്തൊക്കെയുണ്ട് വിശേഷം? ഓ എന്തൊരു മര്യാദ. ഇങ്ങനെ ആയിരുന്നില്ല ഇവൻ എന്റെ അടുത്ത് പുറത്തുനിന്ന്. കൊള്ളാട്ടോ, രണ്ടാളും നല്ല മാച്ച് ആയിരിക്കുന്നു. കോസ്റ്റ്യൂമും നിങ്ങളുടെ അപ്പിയറൻസ് ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. അതെ, രണ്ടുപേരുടെയും കോസ്റ്റ്യൂം കൊള്ളാം. അതുപോലെ തന്നെ ഹരിയുടെ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. ഒരു കൈയാടെ എത്ര നാളെ കണ്ടിട്ട്. വളരെ സന്തോഷം ഹരി, കുറെ നാളുകൾക്ക് ശേഷം. എങ്ങനെ പോണു? അപ്പൊ രണ്ടുപേരും കൂടെ ഡുവേറ്റ് പാടാനാണ് വന്നിരിക്കുന്നത് അല്ലേ? ഈ ഡുവേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പഴയ കാലത്തെ ഒരു ഗാനമേള ഓർമ്മ വരാം. അപ്പൊ ബാക്ക് സ്റ്റേജിൽ വന്നിട്ട് ഒരു പയ്യനാണേ വന്നിട്ട്, ചേട്ടായി ഡുവേറ്റ് ഒന്നും ഇല്ലേ? എല്ലാം ഒറ്റയ്ക്കുള്ള പാട്ടാ, ഡ്യുവേറ്റ് ഇല്ലേ? അപ്പൊ ഡുവേറ്റ് ഉണ്ട് ഇന്ന് ഹരിക്കുട്ടനും നമ്മുടെ കുഞ്ഞാറ്റയും കൂടെ. കുഞ്ഞാറ്റ, ഹരിക്കുട്ടനിൽ കുഞ്ഞാറ്റ മറഞ്ഞുപോയി. ഇപ്പൊ കുഞ്ഞാറ്റ പൗർണമിയായിട്ട് അതൊക്കെ പാടുമ്പോഴത്തേക്ക് അവരൊരു വരവുണ്ട്, കണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു റിഹേഴ്സൽ? അടിപൊളിയായിരുന്നോ? എങ്ങനെയുണ്ട് നമ്മുടെ കുഞ്ഞാറ്റ? ഹരി കുഞ്ഞാറ്റ പുള്ളിയല്ലേ? പൊളിയാണ്. അതെ. അപ്പൊ പാട്ട് ഏതാണ്? പാട്ട് കാറ്റേ കാറ്റേ നീ പൂക്കാ മരത്തില്. ആ പാട്ടാണോ? അത് എഴുതിയതാരാ? എഴുതിയത് റഫീഖ് അഹമ്മദ് സാർ. മ്യൂസിക് ആരാ? നമ്മുടെ സ്വന്തം എം ജയചന്ദ്രൻ സാർ. അത് ആദ്യത്തെ ആ മുഖം കണ്ടപ്പോഴേ തോന്നിയില്ലേ? മനസ്സിലായില്ലേ ആ അഭിനയം കണ്ടപ്പോഴേ? കമ്പോസിംഗ് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. അടുത്ത ഡീറ്റെയിൽസ് പറ. ഇന്നത്തെ ഒരവസരം മധുക്കൾ പാഴാക്കുന്നില്ല കേട്ടോ. ഇന്ന് വൻ ഫോമിലാണ്. യെസ്, പാടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ശ്രീറാം ചേട്ടനും പിന്നെ പാടിയിരിക്കുന്നത് വൈക്കം വിജയലക്ഷ്മി മാമും കൂടി പാടിയിരിക്കുന്നു. അതുപോലെ ശ്രീരാമേട്ടൻ. ഞാൻ 2 ദിവസം മുന്നേ കണ്ടതേ ഉള്ളൂ. ചേട്ടന്റെ കൂടെ ഒരു സോങ് പാടി, സ്വർഗവാതിൽ പക്ഷി ചോദിച്ചു എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പാടാൻ പറ്റി. ആദ്യമായിട്ട് പെർഫോം ചെയ്തു. വെരി വെൽക്കമിങ് ആർട്ടിസ്റ്റ്, എന്താ പറയണ്ടേന്ന് അറിയില്ല. യെസ്, അപ്പൊ തകർക്കണം. സിനിമ സെല്ലുലോയിഡ്. അതും കൊള്ളാം. സിനിമയുടെ പേരൊക്കെ നല്ലതാ. വർഷം വളരെ നല്ലതാ. 2013. സൂപ്പർ വർഷം. നമുക്ക് കേട്ടാലോ പാട്ട്? കേൾക്കാം. All the best. All the best. All the best. Thank you. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ ഞാലിപ്പൂങ്കതളി വാഴ പൂക്കളിലാകെ തേനിറഞ്ഞോ ആറ്റ് നോറ്റ് ഈ കാണാമരത്തിന് പൂവും കായും വന്നോ മീനത്തി വെയിലിൻ ചൂടിൽ തണുതണെ തൂവൽ വീശി
വീശി നിന്നോ തൂവൽ വീശി നിന്നോ വെന്തുകരിഞ്ഞൊരു ചില്ലകളിൽ ചെന്തളിരിൻ തല പൊന്തി വന്നു കുഞ്ഞിളം കൈ വീശി വീശി ഓടിവായോ പൊന്നുഷസേ കിന്നരിക്കാൻ ഓമനിക്കാൻ മുത്തണി പൂന്തൊട്ടിലാട്ടി കാതിൽ തേൻമൊഴി ചൊല്ലാമോ കാറ്റേ 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 നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നു ഞാലിപ്പൂം കദളി വാഴ പൂക്കളിൽ ആകെ തേൻ നിറഞ്ഞോ ആകെ തേൻ നിറഞ്ഞോ വെണ്ണിലെ മാറി കാറൊഴിഞ്ഞു വെള്ളി നിലാവിൻ തേരു വന്നു പുത്തരിപ്പാടം പൂത്തുലഞ്ഞു വ്യാകുലരാവിൻ കോളൊഴിഞ്ഞു ഇത്തിരിപ്പൂ മുട്ടുപോലെ കാത്തിരിപ്പൂ കൺവിരിയാൻ തത്തി വരൂ കൊഞ്ചി വരൂ തത്തകളെ അഞ്ചിതമായി നേരം നല്ലത് നേരാമോ കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ ഞാലിപ്പൂങ്ക തള്ളി വാഴ പൂക്കളിലാകെ തേൻ നിറഞ്ഞോ ആറ്റ് നോറ്റ് ഈ കാണാമരത്തിന് പൂവും കായും വന്നോ മീനത്തി വെയിലിൻ ചൂടിൽ തണുതണെ തൂവൽ വീശി നിന്നോ തൂവൽ വീശി നിന്നോ തൂവൽ വീശി നിന്നോ തൂവൽ വീശി നിന്നോ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എങ്ങനെയുണ്ട് രണ്ടുപേരും ഡിസ്കസ് ചെയ്തിട്ട്? കൊള്ളായിരുന്നോ പാടിയത്? കുഴപ്പമില്ലായിരുന്നു. കുഞ്ഞാറ്റകിളി അയ്യോ എന്തോ എന്താ എന്താ ടെമ്പോ ടെമ്പോ കൂടുതലായിരുന്നോ? ട്രാവലറിൽ വരണ്ടായിരുന്നു അല്ലേ? ടെമ്പോ കുറഞ്ഞു പോയോ? കുറഞ്ഞു പോയോ? ഈ സ്പീഡൊന്നും പോരായിരുന്നല്ലേ? ഇല്ല, ഇച്ചിരി ഓടി പോണായിരുന്നു. അതൊക്കെ എങ്ങനെ പാടും അപ്പം? സ്പീഡ് കൂട്ടിയാ കറക്റ്റ് ആവും. Correct ആവും അല്ലേ? എന്നാ സ്പീഡ് കൂട്ടി ഒന്ന് ചെക്ക് സ്പീഡ് ചെയ്യണോ? കൂട്ടിട്ട് എന്നാ പാടിപ്പിക്കണല്ലോ. ആ, ഒരു 10 പോയിന്റ് കൂട്ടിക്കേ. അഖിലേ ഒരു 10 പോയിന്റ് കൂട്ടിക്കേ. പാട്ടിന്റെ ഒറിജിനൽ മതി. ആ ഒറിജിനൽ 10 പോയിന്റ് കൂട്ടിക്കേ. അതാ ഒറിജിനൽ ഇപ്പോഴാണ് ഒറിജിനൽ. കറക്റ്റ്. ഓക്കെ. തൂവൽ വീശി നിന്നോ തൂവൽ വീശി നിന്നോ അപ്പൊ ഇനി ടെമ്പോയിൽ പാടിയാ മതി. ഇനി നമുക്ക് ഒറിജിനൽ ടെമ്പോ നോക്കാല്ലേ? ഇതേതാ? ഇത് കുറച്ച് ഇത്തിപ്പോരം കൂടുതലായിരുന്നു. ഇത് കുറച്ച് കൂടിപ്പോയല്ലേ? അപ്പൊ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തതാ. തൂവൽ വീശി നിന്നോ ഒന്നുകൂടി ഒന്നുകൂടെ. തൂവൽ വീശി നിന്നോ വീശി നിന്നോ അത് ക്ലാരിറ്റിയിൽ വരണം ആ സംഗതി. തൂവൽ വീശി നിന്നോ തൂവൽ വീശി നിന്നോ ആ അതിപ്പോ നമ്മള് ഇപ്പൊ പാടിയ ടെമ്പോ ഒന്നുകൂടെ ഇട്ട് തരാം. തൂവൽ വീശി നിന്നോ തൂവൽ വീശി നിന്നോ. ആ അതിങ്ങനെ സ്ലിപ്പായി പോകുന്നുണ്ട് അല്ലേ? ആര്യക്കുട്ടി? യെസ്. യാ. അപ്പൊ അത് ഒരു പ്രശ്നമാണോ?
അയ്യോ ആണോ? പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ പ്രശ്നമല്ലേ എന്ന് ചോദിച്ചാൽ പ്രശ്നം ആകാം, പക്ഷെ പ്രശ്നമായിട്ട് നമ്മൾ എടുക്കുന്നില്ല എന്നുള്ളതാണ്. താങ്ക് യു. അയ്യോ, ആ ഭാഗമൊക്കെ പാടി നല്ല രസമുണ്ടായിരുന്നു അല്ലേ MJ sir? അതെ. പൂവും കായും വന്നു എന്ന് പാടിയത്. ഹരി പാടിയതും കൊള്ളായിരുന്നു. ആറ്റ് നോറ്റ് ഈ കാണാമരത്തിന് പൂവും കായും വന്നോ, മീനത്തി വെയിലിൻ ചൂടിൽ ഹരി കലക്കിയത്. താങ്ക് യു സാർ, താങ്ക് യു. മാത്രമല്ല ആ ഒരു ഫ്ലേവർ, ഓരോ പാട്ടിനും ഒരു ഫ്ലേവർ ഉണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്ക് ആ ഫ്ലേവർ കിട്ടിക്കഴിഞ്ഞാൽ, അതാണ് ഇപ്പൊ ആര്യ പറഞ്ഞത്, ആ ഫ്ലേവർ കിട്ടിയാൽ അത് ഓക്കെയാണ്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ രണ്ടിനും കൂടെ ചേർന്ന് പാടിയില്ലേ ആ ഫ്ലേവർ. യെസ്. ആ സബാഷ്. താങ്ക് യു സാർ, താങ്ക് യു. ഈ പാട്ടിൽ നിന്ന് എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് കിട്ടി എന്നുള്ളതാണ്. താങ്ക് യു സാർ, താങ്ക് യു. അത് ഹരിക്കുട്ടൻ സൂപ്പർ ആയിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. അതെ അതെ അതെ. ഈവൻ പ്രൊണൗൺസിയേഷൻ പോലും വ്യാകുല രാവിൻ വ്യാകുലരാ- കോളൊഴിഞ്ഞു, അതാരാ പാടിയ? വ്യാകുലരാ. അത് മോളൊന്ന് പാടിക്കുക. ഉത്തരിപ്പാടം പൂത്തുലഞ്ഞു, വ്യാകുലരാവിൻ കൂളൊഴിഞ്ഞു. ഹരി അതേ ലൈൻ പാടില്ലേ ഹരി? വിണ്ണിലെ മാറി കാറൊഴിഞ്ഞു, വെള്ളി നിലാവിൻ തേരു വന്നു. ശ്രീരാമേട്ടനാണോ പാടിയതെന്ന് എനിക്ക് കണ്ണടച്ചു കഴിഞ്ഞാൽ ചിലപ്പോ തോന്നി കേട്ടോ. അത് സത്യം. മിമിക്കിംഗ് അല്ല, അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അങ്ങനെയല്ല, പക്ഷെ ആ ഒരു ഫ്ലേവർ വരുന്നു. ആ ഒരു സ്റ്റൈല് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. ഹരിക്കുട്ടാ, നീയാണെടാ ടോണിക്കുട്ടൻ. വെരി നൈസ്. കുഞ്ഞാറ്റസ്, Yes, sir. ഒന്ന് രണ്ട് ചെറിയ സ്ലിപ്പ് വന്നു. അത് പ്രശ്നമാക്കണോ എന്നുള്ളത് നമ്മൾ ഉത്സവ കമ്മിറ്റി കൂടി തീരുമാനിക്കും. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ വിജിക്കുട്ടിയാണ് ഓർക്കേണ്ടത്. എന്റെ അഭിപ്രായത്തില് ഒരു വലിയൊരു ഇന്റർനാഷണൽ ഫെയിമിൽ വരേണ്ട ഒരു അതെ. ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആണ്. ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആണ് വിജിക്കുട്ടിക്ക്. ഞാൻ പാട്ടുകൾ പഠിപ്പിക്കാറുണ്ട്, അത് ഫോണിൽ കൂടെയാണ്. അപ്പൊ ഞാനും പഠിപ്പിച്ചിട്ടുണ്ട് 2 എണ്ണം. ഉണ്ടല്ലേ? ആണോ? അപ്പൊ ഇങ്ങനെ കുറെ പഠിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്നോട് ചോദിക്കും, ഞാൻ കേൾക്കാത്ത വല്ല കൃതി ഉണ്ടോ സാർ എന്ന് ചോദിക്കും. എനിക്കൊരു പിടിയും കിട്ടില്ല. അപ്പൊ ഞാൻ സ്വന്തം സ്വകൃ അവിടെ തുടങ്ങാൻ തുടങ്ങി. സുടകു തകുമറവായ. ഇത് കേട്ടിട്ടില്ല സാർ എന്ന് പറയും. അപ്പോഴുണ്ടാക്കിയതാ. ആണല്ലേ? ഇതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബെസ്റ്റ്. അന്നിടുകി സേയിഞ്ചരാ ഗതിയിഞ്ചരാ ഗുണമിഞ്ചരാ. ഇതിന്റെ അർത്ഥം എന്തുവാ സാറേ? ഞാൻ പറഞ്ഞു എനിക്ക് അർത്ഥം അറിഞ്ഞൂടാ. ആശ്ചര്യ സമയനിക്ക് ജയചന്ദ്രുനീ നുതുനി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വളരെ ആശ്ചര്യമായ സമയത്ത് ജയചന്ദ്രൻ ഉണ്ടാക്കിയ പാട്ടാണ്. അങ്ങനെയൊക്കെ തെലുങ്ക് പോലെയൊക്കെ അങ്ങനെയൊക്കെ രസങ്ങളുണ്ട് നമ്മുടെ വിജിക്കുട്ടിയോടെ. അപ്പൊ വിജിക്കുട്ടിയെ പോലെ തന്നെ ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആയിട്ട് മാറട്ടെ. Thank you, sir. ഞാൻ വിജയലക്ഷ്മി മാമിനെ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഇവിടെ ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ഇരിപ്പുണ്ട് കേട്ടോ. ആരെങ്കിലും ശ്രദ്ധിച്ചോ? നാളത്തെ ഒരു മഹാനായിട്ടുള്ള ആർട്ടിസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു സംഭവമാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? തബലയുടെ മുമ്പിൽ ആരോമലേ. ആ ഒരു തബലയുടെ മുമ്പിൽ പുറകിലിരിക്കുന്നതാണ്. ആരോമലേ, തബലയുടെ പുറകില്. ആരോമലേ. ഇത് ലോകത്തിന്റെ ആരോമലാകാൻ പോകുന്ന ആളാണ് കേട്ടോ. ഒരു സംശയമില്ല. എന്തൊരു ആർട്ടിസ്റ്റാണ്. എന്തൊരു മഹാനുഭാവലു. എന്തൊരു അച്ഛൻ ഭയങ്കര കണ്ട മുരളിയാണ് കണ്ട ഭയങ്കര പ്രൗഡായിട്ടിരിക്കുന്ന കണ്ട. ആദ്യം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഫുള്ളായേനെ. അപ്പൊ ആരോമൽ രണ്ടുപേരും കലക്കി Thank you, sir. വളരെ മനോഹരമായിട്ട് പാടി. നല്ല മാച്ചിങ്ങും ഡ്രസ്സും എല്ലാം കൊണ്ടും പാട്ട് പാടിയത് നല്ല മാച്ചിങ് ആയിരുന്നു. അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു കുഞ്ഞാറ്റ പാടിയതില്. മീനത്തീവയില് ചൂടിൽ എന്നുള്ള സംഭവല്ലേ ആ സംഗതി എങ്ങനെയായിരുന്നു? മീനത്തി വെയിലിൻ ചൂടിൽ തണുതണേ. അത് പല്ലവിയില് ചൂടിൽ Crisp ആവണം കുറച്ച്. അതെ ക്രിസ്പാണ്. അത് കുറച്ചൊന്ന് ഒരു വഴുതി പോയ പോലെ. ചൂടിൽ അതെ അങ്ങനെ. അതെ. പിന്നെ വന്നു ഇന്നൊരു സ്വപ്നം കൂടെ വന്നു. ഇന്നലെ എങ്ങോ പോയി മറഞ്ഞു, ഇന്നൊരു സ്വപ്നം കൂടെ വന്നു. അതിൽ ഒരു പരിങ്ങല് വരുന്നുണ്ട് അവിടെ. കൂടെ വന്നു. യെസ്. ഇപ്പൊ കുറച്ച് ബെറ്റർ ആയി വന്നു. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം വളരെ നന്നായിരുന്നു. Thank you, sir. സൂപ്പറായിട്ട് പാടി. Thank you. ഓക്കെ Thank you, sir. ഹരിക്കുട്ട, സാർ. കുറച്ച് നാളുകൾക്ക് ശേഷം ഇവിടെ വന്ന് ഇവിടെ കാണാനും ഇങ്ങനെ പാട്ട് കേൾക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സാർ. വെരി ഗുഡ്. കിടിലൻ പാട്ട്, കിടിലൻ സെലക്ഷൻ. അതാണ് എനിക്ക് ആദ്യം പറയാൻ തോന്നിയത്. നല്ല ബ്യൂട്ടിഫുൾ സോങ്. എന്റെ ചെറുപ്പത്തിൽ എനിക്കൊന്ന് ഞാൻ 10ല്
പഠിക്കുന്നുണ്ടാവും ഈ പാട്ട് റിലീസ് ആകുമ്പോൾ. എന്റെ ഫേവറേറ്റ് ആയിരുന്നു MJ സർ, വെരി ഫേവറേറ്റ് ഓഫ് മൈൻ. ഇറ്റ്സ് എ Thank you, ബ്യൂട്ടിഫുൾ thank you. സോങ്. താങ്ക് യു സോ മച്ച് ഫോർ സിംഗിങ് ഇറ്റ് രണ്ടുപേർക്കും, ഹരിക്കുട്ടൻ, കുഞ്ഞാറ്റ. അതെ. ഒരു കുഞ്ഞു സജഷൻ പറഞ്ഞോട്ടെ. എനിക്ക് രണ്ടുപേരും കൂടെ ആ ചരണം ഒന്ന് പാടാവോ? വിണ്ണിലെ മാരേ കാറൊഴിഞ്ഞു, വിണ്ണിലെ മാറി കാറൊഴിഞ്ഞു, വെള്ളി നിലാവിൻ തേരുവന്നു, പുത്തരിപ്പാടും പൂത്തുലഞ്ഞു, വ്യാകുലരാവിൻ കോളൊഴിഞ്ഞു. ആ ഇത് രണ്ടുപേരും പാടുമ്പോ ഇതിന്റെ അറ്റമില്ലേ, ഒരാള് പാടിക്കഴിഞ്ഞിട്ട് അടുത്തയാൾക്ക് കൊടുക്കുന്ന ആ ഭാഗം ഹരിക്കുട്ടൻ പാടുമ്പോഴും കുഞ്ഞാറ്റ പാടുമ്പോഴും ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഹരിക്കുട്ടൻ ഇങ്ങനെ തരുവാ ചെയ്യുന്നത്. ഒന്നുകൂടെ പാടാവോടാ? വെള്ളി നിലാവിൻ തേരുവന്നു. കണ്ടോ, ഇങ്ങനെ തരുന്നത്. കുഞ്ഞാറ്റയുടെ ഓൾമോസ്റ്റ് പാട്ടിന്റെ എല്ലാ പോർഷനിലും പെട്ടെന്ന് വന്ന് അങ്ങ് ഡ്രോപ്പ് ചെയ്യുന്ന പോലെ ഒരു ഫീൽ ചെയ്തു കേട്ടോ. അതാണ് മൊത്തത്തിൽ എനിക്കൊരു സജഷൻ മെല്ലെ ഒന്ന് തോന്നിയത്. ഇവിടെ വേറൊരു കലാകാരൻ ഇരിക്കുന്നുണ്ട്, എന്താ പറയാ, വളരെ മിടുമിടുക്കനായ ഒരു കലാകാരൻ, നമ്മുടെ ഹരിയുടെ ചേട്ടൻ ശ്രീറാം. കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു വലിയ കലാകാരനാണ്. ചേട്ടനും ഈ സീസണിൽ ആദ്യം വരെയാണ് അല്ലേ? ഈ സീസണിൽ ആദ്യം. അത് ഹരിയുടെ ഒപ്പം. അതെ അതെ അതെ. എപ്പോ നമുക്ക് ഡ്യൂറ്റ് പാടുന്നേ? ഇന്നത്തെ മാർക്ക് പറയട്ടെ. ഇന്നത്തെ മാർക്ക് 97.5 ആണ് കുഞ്ഞാറ്റേ. അപ്പൊ കുഞ്ഞാറ്റക്കിളി കൺഗ്രാറ്റ്സ്. ഒരു സ്പെഷ്യൽ കാര്യം പറയാനില്ലേ നിനക്ക്? ഒരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മുടെ വിജയലക്ഷ്മി മാമിന്റെ കൂടെ ഈ കാറ്റേ കാറ്റേ എന്ന പാട്ടും പിന്നെ കിളിയെ തത്ത കിളിയെ എന്ന സോങ്ങും എനിക്ക് നമ്മുടെ ഈ ഫ്ലവേഴ്സിന്റെ പാലക്കാട് വെച്ചൊരു ഷോയില് ഞങ്ങൾക്ക് ഒരുമിച്ച് പാടാൻ പറ്റി. എനിക്കൊരു വലിയ ഭാഗ്യം ഉണ്ടായി. അതുപോലെ അന്നായിരുന്നു ഞാൻ മാമിനെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മെസ്സേജും അതുപോലെ തന്നെ കോളിങ്ങും കോണ്ടാക്ട്. അപ്പൊ അതിനൊരു വലിയൊരു ഭാഗ്യം കിട്ടി. അതും കൂടി താങ്ക് യു സർ. ബൈ ബൈ, ഗുഡ് നൈറ്റ്. വീശി നിന്നോ മധുങ്കൾ ആര്യ ചേച്ചി ഇവിടെ തന്നെ നിൽക്കാണ് കുറച്ചു നേരത്തെ. കാരണം കഴിഞ്ഞ അങ്ങനെ ഇത് കഴിയുമ്പോഴേ ഞാൻ വിടും കേട്ടോ. കാരണം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ദ്വിതി ലിൻഡാഷ്യനിൽ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ദ്വിതിക്കുട്ടൻ ഇവിടെ വന്ന് എന്ത് രസമായിട്ടാ പാടിയെന്നറിയോ? പാട്ട് മാത്രല്ല, ഇപ്പൊ കുറച്ച് വർത്താനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അല്ലേ MJ? ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ ദിദിയുടെ കൂട്ടുകെട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതായിരിക്കും. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കിലും പാട്ടൊക്കെ ഇവിടെ വന്ന് ഭയങ്കര രസത്തിൽ പാടി. അത് അന്നേരം MJ അങ്കിളും ആയാലും ഉണ്ണി അങ്കിളും മധു അങ്കിളും ഒക്കെ പറയും. അപ്പൊ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. ആര്യ ചേച്ചി ഇല്ലാത്തോണ്ട് ഇനിയിപ്പോ അവിടെ തന്നെ വെച്ചോളൂ. പക്ഷെ ആര്യ ചേച്ചി മിസ് ചെയ്തത് കൊണ്ട് ഇന്ന് ഞാനൊരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ദ്വിതിക്കുട്ടിയെ നമ്മൾ വിളിക്കാൻ പോവാണ്. ആ ഇംപ്രൂവ്മെന്റും ആ വർത്താനവും ഒക്കെ കേക്കണ്ടേ? എല്ലാം കേൾക്കണം. അവളുടെ ഈ നോട്ടം ഉണ്ടല്ലോ, എല്ലാം അത് ശരിയല്ലേ? ഇവിടെ മാറിയിട്ടില്ല. എല്ലാം ശരിയല്ലേ? ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടില്ലേന്ന് മാത്രം നോക്കിയാൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ ദ്യുതിക്കുട്ടിയെ നമുക്ക് വിളിക്കാം. ലെറ്റ്സ് വെൽക്കം ദ്വിതിക്കുട്ടി ഓൺ സ്റ്റേജ്. ഹായ് ദ്വിതിക്കുട്ടി. ഹായ് ആര്യ ചേച്ചിനെ കണ്ടില്ല. എന്നെ ഇപ്പൊ കണ്ടോ? ഇപ്പൊ കണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടില്ല. ഞാനും മിസ് ചെയ്തു ദ്യുതിക്കുട്ടീനെ. ഞാൻ ഒത്തിരി മിസ് ചെയ്തു. എവിടെ പോയതായിരുന്നു? അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്? ഞങ്ങൾ എവിടെ പോയതായിരുന്നു? ഞാൻ കണ്ടില്ലല്ലോ. കൺഫ്യൂഷനായി. അവളെയാണോ കാണാതായത് എന്നെയാണോ കാണാതായത് എന്ന് സംശയം വന്നു ഇപ്പൊ ദ്യുതിക്കുട്ടി. മക്കളെ ഏതാണ് പാട്ടെന്ന്? വെള്ളാരം കുന്നും വെള്ളാരം കുന്നിന്മേലെ. നല്ല സൂപ്പർ പാട്ടാട്ടോ. ഉഗ്രം പാട്ട്. ഡീറ്റെയിൽസ് പറഞ്ഞു തരാമോ? ഫിലിം രേവതിക്ക് ഒരു പാവക്കുട്ടി. ലിറിക്സ് ബിച്ചു തിരുമല സാർ. മ്യൂസിക് ഡയറക്ടർ ജോൺസൺ മാസ്റ്റർ. പിന്നെ വർഷം 1986. പാടിയത് യേശുദാസ. അപ്പോ നമ്മുടെ ദ്യുതിപ്പാവക്കുട്ടി താങ്ക് യു.
വെരി ഗുഡ് വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ. മീനുകൂടാ എന്തോ ഗുഡായിരുന്നോ, ഗുഡർ ആയിരുന്നോ, ഗുഡസ്റ്റ് ആയിരുന്നോ? ഗുഡസ്റ്റ് മധു എങ്ങനെയുണ്ടായിരുന്നു? ഗുഡസ്റ്റ് ആയിരുന്നു. ഗുഡസ്റ്റ്. ഗുഡസ്റ്റ് ഈ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഗുഡസ്റ്റ് ആയിരുന്നു. ഗുഡസ്റ്റ്. യെസ്. ഇത് ഇത്തിരി ടഫ്. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. അത് ഇത്രയും ചെറിയ പ്രായത്തിൽ. എത്ര വയസ്സായി മോൾക്കിപ്പോ? 8 വയസ്സുള്ള കൊച്ച് ഇത്ര മനോഹരമായിട്ട് പാടിയത് കൊണ്ടാണ് നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്നത് കേട്ടോ. കൊണ്ടാണ് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചത്. നന്നായിരുന്നു മോളെ. പല ഭാഗങ്ങളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സൂപ്പറായിട്ട് പാടി. പിന്നെ മൈക്ക് സംഗതി പാടുമ്പോഴൊക്കെ മൈക്ക് ഇങ്ങനെ ഒരു അങ്ങനെ കൈ ആ സംഗതി അനുസരിച്ച് കയ്യ്, അതായത് കണ്ണായിരം കരളായിരം ആരോമലയൻ. അപ്പൊ അത് കൺട്രോൾ ചെയ്യണം കേട്ടോ. ഈ കയ്യില് ഈ മറ്റേ കയ്യില് കൈ ആക്ഷൻ കാണിച്ചാലും കുഴപ്പമില്ല. പാടുന്ന മൈക്ക് കയ്യിലുള്ളതുകൊണ്ട് അങ്ങനെ സംഗതി വരുമ്പോ ഷെയ്ക്ക് ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ പാട്ടിനെ ബാധിക്കും. ദരരാരരാ, തരരാരരാ, താരാരരാരാ, താരാരരാ. അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നന്നായിരുന്നു. പിന്നെ കണ്ണായിരം കരളായിരം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആരോമലെന്ന് വിളിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ദേ ഇരിക്കണം ആരോമല്. കണ്ടോ? ദേ തവല വായിക്കണ ചേട്ടൻ, അതാണ് ആ സ്പ്രിങ് പോലത്തെ മുടിയുള്ള ചേട്ടനെ കണ്ടില്ലേ? കണ്ടോ, അതാണ് ആരോമൽ. ആ മുരളിയങ്കളുടെ മകനാണത്. മനസ്സിലായോ? അല്ല, മുരളി അങ്കിൾ ആരാന്ന് മനസ്സിലായോ? അത് മനസ്സിലായി, അത് മനസ്സിലായി. അതെ. വെള്ളാരം സസ്റ്റെയിൻ ചെയ്യരുത്. വെള്ളാരം വെള്ളാരം കുന്നിന്മേലെ വേഴാമ്പൽ മഴ തേടും പോൽ. വെള്ളാരം കുന്നും മേലെ. അത്രയും മതി. പാടി. വെള്ളാരം കുന്നും മേലെ വേഴാമ്പൽ വീഴാമ്പൽ മഴ തേടും പോ. യെസ്. നിന്നോർമ തൻ അത് തൻ പൊൻപാതയിൽ പൊൻപാതയിൽ കണ്ണായിരം കരളായിരം കണ്ണായിരം കരളായിരം ആരോ ആരോ മലയൻ. അതാണ് ആ എൻ ആ സംഗതിയും കനവായിരത്തിന്റെ സംഗതിയും അത് ഈ കുഞ്ഞു പ്രായത്തിൽ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാ കേട്ടോ. പക്ഷെ എന്നാലും അത് വളരെ നന്നായിട്ട് മാനേജ് ചെയ്തു. ഒട്ടും ഡാമേജ് ആക്കിയിട്ടില്ല പാട്ടിനെ. ദ്യുതികുട്ടിക്ക് പറ്റുന്ന രീതിയിൽ അത് മനോഹരമാക്കി പാടി. പിന്നെ എനിക്ക് തോന്നിയത് കഴിയില്ല തെല്ലും. അതെങ്ങനെയാ? കഥനങ്ങളാക്കാൻ കനവിന്റെ കണിയായി. ആ എനിക്ക് ആ കഴിയില്ല തെല്ലും എന്നുള്ളത് കുറച്ചും കൂടി നോട്ട് പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നി കേട്ടോ. അതുപോലെ തന്നെ മനസ്സിന്റെ കണ്ണിൽ ചരണത്തിലും. പിന്നെ ചാരിതാർത്ഥനായി പാടി. ആ ചാരിതാർത്ഥനായി. ആ യെസ് 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 വെരി ഗുഡ്. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സൂപ്പറായിട്ട് പാടി, വളരെ മനോഹരമായിട്ട് പാടി. ഒരു കൊച്ചുകുട്ടി എന്നുള്ള നിലയിൽ അത് വളരെ 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 നന്നായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കേട്ടില്ലല്ലോ. താങ്ക് യു പറഞ്ഞു കേട്ടോ. അതെ താങ്ക് യു. അതെ താങ്ക് യുന്റെ സ്റ്റൈല് മാറി. അത് മാറിയല്ലേ? എല്ലാം മാറി. പഠിച്ചു വരിക പുതിയ പുതിയ കാര്യങ്ങള്. 8 വയസ്സിൽ ഈ പാട്ട് എന്റെ മോ അൺബിലീവബിൾ ആണ് കേട്ടോ. നമുക്ക് എണിച്ചു നിൽക്കാതിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഓഫ് കോഴ്സ് ഇംപെർഫെക്ഷൻസ് ഉണ്ട്. നേരത്തെ മധു പറഞ്ഞ പോലെ ഈ പാട്ട് ഈസി അല്ല പാടാനായിട്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ചില ഭാഗങ്ങൾ അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്. അത് കണ്ണീരിനോ എന്ന് പാടിയില്ലേ? ഇമയോരം ഊറും കണ്ണീരിനോ. അതെങ്ങനെ പാടിയത്? നെടുവീർപ്പിലെ ചുടുകാറ്റിനോ ഇമയോരമൂറും കണ്ണീരിനോ. അത് ഒറിജിനൽ പാടിയത് ടേക്കിൽ നന്നായിരുന്നു. നല്ല സൂപ്പറായിരുന്നു. അത് കൃത്യമായിട്ട് അവിടെ തന്നെ കൊണ്ടിരുന്നു. അതുപോലെ പദയാത്ര ചെയ്യും എന്ന് പാടിയില്ലേ ഈ വേളയിൽ? പദയാത്ര അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു പാടിയത്. ഇങ്ങനെ ഒഴുകി വന്നായിരുന്നു കേട്ടോ അത്. പിന്നെ ഒരു ഗ്ലൂം ഇടയ്ക്ക് ഗ്ലൂം വന്ന പോലെ ഗ്ലൂം ഇല്ലാത്ത പോലെ അടുത്തുകൂടെ പോയി. ഗ്ലൂമിന്റെ അടുത്തൂടെ ജസ്റ്റ് എസ്കേപ്പ്. മൗനങ്ങൾ
ഒരു ഉൽക്കഭൂമിയുടെ തൊട്ട് ഇങ്ങനെ മുകളിൽ കൂടെ പോയ പോലെ. ഇങ്ങനെ മൗനങ്ങൾ ഇങ്ങനെ പാടി അവിടെ മിഴുങ്ങി അല്ലേ? സാരല്ല കേട്ടോ, അതൊക്കെ സംഭവിക്കാം കേട്ടോ നമ്മളെ പാടുമ്പോഴത്തേക്കും. എന്തായാലും ഈ പാട്ടിന് താങ്ക് യു. ദ്യുതിക്കുട്ടി എന്താ അത്? ആ ഉറക്കം വരുന്നുണ്ടോ? കുറച്ചുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ ദ്യുതിക്കുട്ടിയുടെ ഇന്നത്തെ പെർഫോമൻസിൽ. 1, നല്ല മെച്ചൂരിറ്റി ഉള്ള സിംഗിങ്. 2, ബ്രെത്ത് നല്ല രസമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ ദ്യുതിക്കുട്ടിയുടെ. എസ്പെഷ്യലി ആ അനുപല്ലവിയും ചരണവും വന്നപ്പോഴത്തേക്കും നല്ല രസമായിട്ട് അത് മാനേജ് ചെയ്തിട്ട് പാടി എന്നുള്ളത് കൊണ്ട് ഒരു വലിയൊരു കൈയടി. 3, എപ്പോഴും പറയുന്ന ആ ഒരു വിറ ഉണ്ടായിരുന്നു ആദ്യം, അത് നല്ലോണം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ മിടുക്കിയാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ വെച്ചാൽ മതി. ആദ്യം കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ടഫായിട്ടുള്ള ഒരു പാട്ടായതുകൊണ്ട് ഓരോ സെന്റൻസിനും ഓരോ വരിക്ക് ശേഷവും കുഞ്ഞു സാധനങ്ങളുണ്ട് അതിന്റെ ഇടയിലൊക്കെ. അപ്പൊ അതൊക്കെ ദ്യുതിക്കുട്ടി അറ്റംപ്റ്റ് ചെയ്തത് തന്നെ നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ പാട്ട് പാടുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദ്യുതി എന്തോ പറയാൻ വന്നില്ലേ? എന്തായിരുന്നു പറയാൻ വന്നേ? എന്നെ കാണാൻ കുറച്ച് കാണാൻ ആൾക്കാര് ആരാ വന്നിരിക്കണേ? അത് കമ്മണിയാണോ? പിന്നെ കമ്മണിക്കുട്ടിയാ? അച്ഛന്റെ മരുമകൻ. അച്ഛന്റെ മരുമകൻ എന്ന് പറയുമ്പോ അച്ഛന്റെ സിസ്റ്ററുടെ മകൻ ആണോ? ആണോ? ശരി. ശരി. അതെ, യുവർ കസിൻ റൈറ്റ്? ഹലോ, കസിൻ. മോന്റെ പേരെന്താ? നിയോൺ നെഹിത്. നിയോൺ. 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 ബൾബാണ്. ഓ, നിയോൺ. നിയോൺ. നിയോൺ എന്ത് ചെയ്യണം? ഞാൻ +2. പാടൂ? ഇല്ല 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 പാടൂല്ലേ? പാട്ട് ഇഷ്ടമാണോ? ആ പാട്ട് ഇഷ്ടമാണ്. നമ്മുടെ കുഞ്ഞിന്റെ പാട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടോ? ഭയങ്കര ഇഷ്ടം. ആണോ? എല്ലാവരും കേൾക്കും. ആണോ? ഇപ്പഴെങ്ങനെ പാടിയത് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി. പാടി. ധ്യാനക്കുട്ടിയോട് ചോദിക്കട്ടെ. ധ്യാനക്കുട്ടി ഓ, അത് സൺഗ്ലാസ് ഒക്കെ വെച്ചാ. ബീച്ചിലൊക്കെ ഇരിക്കണ പോലെ. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി പാടിയത്? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാ. മാർക്ക് അറിയാം ദ്യുതിക്കുട്ടിയുടെ. സൂപ്പർ ആയിട്ട് പാടിയ നമ്മുടെ വൈ ദ്യുതിക്കുട്ടിക്ക് ഇന്ന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 98 out of 100. ദ്യുതിക്കുട്ടി, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ടാറ്റാ. താങ്ക് യു. മിനുട്ടി പോവാൻ വരട്ടെ. പിന്നെ വൈദ്യുതിയാണ് നമ്മുടെ ഇന്നത്തെ പെർഫോമർ ഓഫ് ദി ഡേ. ഓ യേ. മത്സരത്തിലെ വൈദ്യുതിക്ക് ഭയങ്കര ഇഷ്ടം. എന്നെയോ? എന്നെ ഇഷ്ടമാണോ? വെൽക്കം മധുകൾ. ദ്യുതിക്കുട്ടിക്ക് വിലീവായിട്ടുണ്ട് ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഓക്കെ അല്ലേ ദ്യുതിക്കുട്ട? ടാറ്റാ. ടാറ്റാ, സീ യു. താങ്ക് യു മധുകൾ. അതായത് മൃഗശാലയോ? ആര്യ ചേച്ചി പാട്ട് കേട്ട് 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 പലവിധ ശബ്ദങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇത്ര നേരം ഒരു കുരങ്ങന്റെ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എന്താ വന്നത്? ആടോ, പശുവോ? എല്ലാ മൃഗങ്ങളും കൂടി വന്നു. മൊത്തത്തിൽ മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആട് അറിയാം, അത് മയില്, പിന്നെന്തായിരുന്നു ഇപ്പൊ ആക്കിയ കുയിലോ? നിശബ്ദത അറിയോ? നിശബ്ദത എം ജി സാറിന് നല്ലോണം അറിയാം. അതൊന്ന് ചെയ്യോ? മകൾ കൊള്ളാലാണ്. കൊള്ളാലോ മിനുട്ടി. ഓ, നന്ദിയുണ്ട്. എനിക്ക് ആര്യ ചേച്ചി വന്നാലേ ഇത് പുറത്തു വരൂ. കണ്ണോ, എന്നെ മിസ് ചെയ്തു. അതാണ്. അതെ അതെ അതെ. കുറച്ച് നിശബ്ദതയ്ക്ക് വേണ്ടി നമുക്കൊരു പാട്ട് കേൾക്കാം. ഓക്കെ, നിശബ്ദതയ്ക്ക് പറ്റിയ ആളാ വരുന്നേ. നമ്മുടെ സാരംകൂട്ടനെത്തുന്നേ. അതെ, നമ്മുടെ ജെന്റിൽമാൻ എത്താണ്. ലെറ്റ്സ് വെൽക്കം സാരംകൂട്ടൻ ഓൺ സ്റ്റേജ്. ഹായ് സർ. ഹായ് സാരംഗ്. ഹായ് സർ. ഇന്ന് പുതിയ വേഷം, പുതിയ രൂപം, പുതിയ ഷർട്ട്. നമ്മുടെ സ്മാർട്ട് ബോയ്. അതെ, യെസ്. ഇന്ന് അത്ര ലൂസ് ആയിട്ടുള്ള പാന്റ് അല്ല. അല്ല, അല്ല, അത് പറയുന്നു തോന്നി. അല്ലേ? തോന്നിയല്ലേ? ജീൻസ് ആണ് ഏറ്റവും ഇഷ്ടം അല്ലേ? ഡെനിം ഷർട്ട്സ് ഇഷ്ടമാണ്. ജീൻസ് ടൈപ്പ്. ജീൻസ് ടൈപ്പ്. പക്ഷേ അച്ഛൻ അധികം സമ്മതിക്കില്ല. പക്ഷെ നല്ല രസമായിരിക്കും. അച്ഛൻ സമ്മതിക്കാതെ എന്താ? എന്ത് പറ്റിയാ? അതിനെന്തോ ഒരു കുഴപ്പം? അതെന്നാ വെച്ചാല് ഞാനൊരു ദിവസം ജീൻസ് ഇട്ടു. അപ്പൊ എനിക്കിത് ചേരൂല. ഞാൻ കുറെ ആളിട്ടൊക്കെ കാണിച്ചു, എന്റെ അതേ പ്രായമുള്ളൂ. അതെ, അപ്പൊ ഇത് നല്ല രസമുണ്ടല്ലോ. പക്ഷെ അച്ഛനത് സെറ്റ് ആയില്ല. അങ്കിൾ ഒരു ഡെനിം ഷർട്ട് വാങ്ങിച്ചു തരും. നല്ലതായിരിക്കും. നല്ല രസമായിരിക്കും. ഓക്കെ, എനിക്കും ആയിക്കോട്ടെ.
എനിക്കും കൂടെ ചേട്ടാ, എനിക്കും. വേണ്ട, മധു എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കും. എന്റെ ചേട്ടൻ പാവല്ലേ, ഞാൻ കൈ താത്തി. ഓക്കെ, അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? മറന്നുപോ പൂമകളെ. ആഹാ. പിന്നെ എനിക്ക് ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാള് നമ്മുടെ ഈ ഒരു കൂട്ടത്തിലുണ്ട്. ബന്ധമൊക്കെ ഉണ്ട്, പക്ഷെ ബുദ്ധിയില്ലേ? കൊള്ളില്ലാന്ന് പാട്ട്. കൊള്ളില്ലാന്നോ? ബന്ധം ഒരു ബന്ധം. എംജെങ്ങള് തന്നെ. അതെന്താ എംജെ തന്നെ, എംജെ അതെ, സാറിന് ഉറപ്പാ. തന്നെ അത് അതെ അല്ലേ? കുഴപ്പമില്ല. അതെ അതെ കറക്റ്റ്. Yes. കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്യുമ്പോ കോല് ഞാൻ വിചാരിച്ചു എന്നെ പറയാൻ പോവാന്ന്. സർവടാ, എനിക്ക് നേരെ വന്ന വാള് എനിക്ക് നേരെ തന്നെ വീശിക്കോ. അതെ. ആ ആയിക്കോട്ടെ. ഡീറ്റെയിൽസ്. ഡീറ്റെയിൽസ് ഫിലിം ചക്കരമുത്ത്, ഉം. വർഷം 2006. ഉം. പിന്നെ മ്യൂസിക് എം ജയചന്ദ്രൻ സാർ, ആ. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, ഗിരീഷേട്ടൻ. പിന്നെ പാടിയത് യേശുദാസ് സാറ്. യെസ്. ഇപ്പൊ പാടുന്നത് സാരംകുട്ടൻ. Yes. ഇപ്പൊ പാടുന്നത് സാർ. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. All the best, all the best. മറന്നുവോ പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. മറന്നുവോ പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ, അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വച്ചു. വെറുതെ മറന്നുവോ പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. മാവിൽ നാട്ടുമാവിൽ നമ്മളൂഞ്ഞാൽ പാട്ടെറിഞ്ഞു. പാടും പാട്ടിലേതോ കൂട്ടുകാരായി നാം അലഞ്ഞു. തൊടിയിലെ തുമ്പയിൽ തുടിക്കുന്ന തുമ്പിയെ പിടിക്കുന്ന കൗതുകമായി ഞാൻ അന്നും നിന്നെ കൊതിച്ചിരുന്നു. മറന്നുവോ പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. രാവിൽ പൂനിലാവിൽ പിരിനീർത്തും പുല്ലുപായിൽ പൊന്നിൻ നൂലുപോലെ നീയുറങ്ങും നേരമന്നു. മനസ്സിലെ താളത്തിൽ ഒരു നുള്ളു കർപ്പൂരം നിലയ്ക്കുന്ന തീകുരുന്നേ. നിന്നെ അന്നും ഇന്നും തൊട്ടേയില്ല ഞാൻ. മറന്നുവോ പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വച്ചു. വെറുതെ മറന്നുവോ പൂമകളെ.
മറക്കുവാൻ നീ പഠിച്ചോ. സൂപ്പർ സൂപ്പർ, വെരി നൈസ്. മോനെ ആ. സൂപ്പറായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ, താങ്ക് യു. ആ സംഗതികളും ഇമോഷൻസും ഒക്കെ എങ്ങനെയാണോ വേണ്ടത് ആ രീതി തന്നെ കുഞ്ഞ് കരുതി അത് പാടിയിട്ടുണ്ട് കേട്ടോ. അത് ഒരു സഭാഷാണ്. താങ്ക് യു. ഡബിൾ ധമാക്കയാണ്. കാരണം മ്യൂസിക്കലി ആൻഡ് എക്സ്പ്രഷൻ വൈസ് ആ. രണ്ടും ബെസ്റ്റായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പാട്ട് ആദ്യമായിട്ട് ഈ പാട്ട് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന്റെ ഒരു കഥ പറയാം. ആ. ഈ ലക്ഡി എന്ന് പറഞ്ഞ സ്ഥലത്ത് ലോഹിതാസ് സാറിന് ഒരു ബ്യൂട്ടിഫുൾ ഒരു വീടുണ്ടായിരുന്നു. ഓ. അവിടെ ഇങ്ങനെ ഞാൻ അവിടെ പോകുമ്പോഴത്തേക്കും അദ്ദേഹം ഈ ഒരു ചാരു കസേരയിൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ എന്നെ കണ്ടോണ്ടേ പറയുന്നു, ആ ജയൻ ഇരിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ സൈഡിൽ ഒരു തിട്ടയിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു, എനിക്ക് 2-3 പാട്ട് വേണം കേട്ടോ. എൻ്റെ പുതിയ സിനിമ അത് ചക്കരമുത്ത് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അതിൽ ആദ്യത്തെ പാട്ടിൻ്റെ സിറ്റുവേഷൻ ഞാൻ ജയനോട് പറയാം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ്, അതിന് സങ്കടമുണ്ട്, വിരഹമുണ്ട്, ഇതെല്ലാം വരുന്ന പാട്ടായിരിക്കണം. പക്ഷേ ജയൻ ഓൾറെഡി ഈ പാട്ട് ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതെങ്ങനെ? അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ കണ്ണു നട്ട് കാത്തിരുന്നിട്ടും എന്ന് പറഞ്ഞ പാട്ടില്ലേ, ആ പാട്ടാണ് എനിക്ക് ഈ സിറ്റുവേഷനിൽ വേണ്ടത്. ഓൾറെഡി അത് വേറൊരു സിനിമയിൽ ഉപയോഗിച്ചല്ലേ സാർ, അതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത്, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ആ പാട്ട് വേണം. അങ്ങനെ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ആ ഇൻസ്റ്റന്റില്, അതാണ് നമുക്ക് ചില സമയത്ത് എന്തോ ചില ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ ഞാൻ വെറുതെ കണ്ണ് നട്ട് കാത്തിരുന്നു എൻ്റെ കരളിൻ്റെ കിളിമകളെ, ഇത് മതിയോ സാർ എന്ന് പറഞ്ഞു. ഇത് കൊള്ളാം, അത് പിടിച്ചോ. കണ്ണ് നട്ട് കാത്തിരുന്നു എൻ്റെ കരളിൻ്റെ കിളിമകളെ. അപ്പൊ ഇത് തന്നെ മുന്നോട്ട് പോയാൽ മതി. അപ്പൊ അടുത്ത ദിവസം രാവിലെ ഗിരീഷേട്ടൻ വരാം. അപ്പൊ ഗിരീഷേട്ടൻ വന്നപ്പോഴത്തേക്കും എന്താടാ ട്യൂൺ എന്ന് ചോദിക്കാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, കണ്ണ് നട്ട് കണ്ണ് നട്ടാ എന്റെ പാട്ട് നീ കോപ്പി അടിച്ചോ എന്താടാ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല ഈ ട്യൂൺ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പതുക്കെ ആ ലിറിക്ക് തന്നെ വേറൊരു ട്യൂണിൽ പാടിയതാണ്, അത് സാറിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണോ? നീ ഒരു കാര്യം ചെയ്യൂ, മറന്നുവോ പൂമകളെ എന്ന് പാടി നോക്കൂ. മറന്നുവോ പൂമകളെ. എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. ഓൺ സ്പോട്ടാണ് ഗിരീഷേട്ടൻ പറയുന്ന. ഒരു സെക്കൻഡ് കൊണ്ട് ഇതൊക്കെ പറയും, ആരോ പറഞ്ഞു കൊടുക്കുന്ന പോലെ പറയും. എല്ലാം മറക്കുവാൻ നീ പഠിച്ചു. അടുത്ത അകലേക്ക് ഒഴുകുന്ന പുഴയാം നിന്നെ ഞാൻ അരികിൽ തടഞ്ഞു വെച്ചു. പിന്നെ ട്യൂണില്ല ശരിക്ക്. അപ്പോ ഗിരീഷേട്ടൻ പറഞ്ഞു, നീ വെറുതെ നിങ്ങൾ ചേർക്കടാ. അപ്പൊ ഞാൻ പറഞ്ഞു, വെറുതെ മറന്നുവോ പൂമകളെ. അങ്ങനെയാണ് ഈ പാട്ടുണ്ടാകുന്നത്. മറന്നുവോ പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. മറന്നുവോ പൂമകളെ. അതെന്റെ ജീവിതത്തിൽ വളരെ മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. ഈ ക്രിയേഷൻ എന്ന് പറയുന്നത് അതിനൊരു സമയമുണ്ട്. ആ സമയത്തിന്റെ മുമ്പിലും വരില്ല, ആ സമയം കഴിഞ്ഞിട്ടും വരില്ല. നമ്മൾ ആ ഒരു സ്പാർക്ക് വരുമ്പോഴത്തേക്ക് അത് റെക്കോർഡ് ചെയ്ത് വെച്ചില്ലെങ്കിൽ മറന്നു പിന്നെ പോകും, പിന്നെ ഒരിക്കലും കിട്ടൂല. നെവർ. പിന്നെ എത്ര ആലോചിച്ചാലും അത് കിട്ടൂല. അതാണ് ക്രിയേഷന്റെ ഭയങ്കര ബ്യൂട്ടി. അപ്പൊ അങ്ങനെയുള്ള ഒരു പാട്ട് ദാസാർ എറണാകുളത്തൊരു തൃപ്പൂണിത്തറയിലുണ്ടായിരുന്ന സ്റ്റുഡിയോയിൽ പാടിയതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ ഓർമ്മകളൊക്കെ തിരിച്ചു കൊണ്ടുവന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട സാരംകുട്ടന് ഒരു നമസ്കാരം. സാരംകുട്ടാ മിടുക്കനായിട്ട് പാടി, ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. അതിന്റെ കറക്റ്റ് ഫീലിൽ പാടി, എല്ലാം ശ്രുതി എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, പക്ക പെർഫെക്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ല, അത് MJ അങ്കിൾ തന്നെ പറഞ്ഞല്ലോ, ഇനി അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഞാനും പേന കൈകൊണ്ട് ഇപ്പഴാ തൊട്ടത്. അപ്പൊ എന്തായാലും വളരെ മനോഹരായി. നല്ല ഭംഗിയില് പാടി, ഭംഗി നല്ല ഭയങ്കര ഫീല്, ഭയങ്കര സുഖം കേൾക്കാൻ വേണ്ടിയിട്ട്. കലക്കനായി പാടി, മിടുക്കൻ.
എല്ലാം ഓൺ പോയിന്റ്. ആ താങ്ക് യു. അന്നും ഇന്നും തൊട്ടേയില്ല ഞാൻ. എന്റെ പ്രിയപ്പെട്ട സാരംകുട്ട, ഓ. സാരംകുട്ടന് ഞാൻ എന്ത് നൽകണം? ഉം. എത്ര നൽകണം? അറിയില്ല. സാരംകുട്ടന് ഇന്ന് 100-ൽ 100 +1 സ്റ്റാർ. താങ്ക് യു സാർ. പോരട്ടങ്ങനെ ഒരു മധുരമഴ നമ്മുടെ സാരംകുട്ടന്. താങ്ക് യു സാർ. സാരംകുട്ടനാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ. എങ്ങനെ ആവാണ്ടിരിക്കും അല്ലേ? എടുത്തോടാ മധുകൾ, വെൽക്കം. Thank you, sir. ബിലീവ് ആയിട്ടുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു മധുകൾ. താങ്ക് യു സാരംകുട്ടൻ. താങ്ക് യു. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. കുറെ നല്ല പാട്ടുകളൊക്കെ കേട്ടു, എന്നതേം പോലെ ഒത്തിരി വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ നമ്മൾ നാളെ ഇതേ സമയം വീണ്ടും കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ, ബൈ, സീ യു.